ജയിൽ ചാട്ടക്കേസിൽ കൊടുംകുറ്റവാളി ഗോവിന്ദച്ചാമിയെ ചോദ്യം ചെയ്യാൻ പോലീസ്. കോടതി അനുമതിയോടെ വിയൂർ സെൻട്രൽ ജയിലിൽ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ കോഴിക്കോട് ചേരുന്നുണ്ട്. ഗോകുൽ, വിവരങ്ങൾ. ഗോവിന്ദച്ചാമിയെ വിശദമായ ചോദ്യം ചെയ്യലിന് തയ്യാറെടുക്കുകയാണ് വീണ്ടും അന്വേഷണ സംഘം. വിയൂരെത്തി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ നടത്തിയ ചോദ്യം ചെയ്യലിൽ ചില ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടാൻ ഉപയോഗിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച ആശങ്കകളൊക്കെ ഉയർന്നിരുന്നു. അതെന്തായാലും ദൂരീകരിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സാഹചര്യം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇപ്പോഴും ബാക്കിയാണോ എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായിട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര യോഗം ചേരും. അതിനുശേഷം ചോദ്യാവലികൾ തയ്യാറാക്കിയതിനു ശേഷമായിരിക്കും ഗോവിന്ദച്ചാമി ഇപ്പോഴുള്ള വിയൂർ സെൻട്രൽ ജയിലിലേക്ക് പുറപ്പെടുക. ഈ ഗോവിന്ദച്ചാമി ജയിലിൽ കഴിഞ്ഞിരുന്ന സമയത്തെ സഹതടവുകാർ 4 പേരുണ്ടായിരുന്നു. അവരെ പ്രാഥമികമായ ചോദ്യം ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്ന് ചില വിവരങ്ങളൊക്കെ തേടിയിട്ടുണ്ട്. ഗോവിന്ദച്ചാമിയെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന സമയത്ത് തന്നെ ഇവരെയും ഈ സഹതടവുകാരായിട്ടുള്ള ആളുകളെയും ചോദ്യം ചെയ്യാനുള്ള നടപടികൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില കണ്ടെത്തലുകൾ അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം ചെയ്യലെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഗോകുൽ കെ വേണുഗോപാലാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്.